ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് 5 ബേസിക് സയൻസ് ഇംഗ്ലീഷ് മീഡിയം ആട്ടത്. അപ്പോൾ ഇവിടെ സ്കിന്ന്, ടച്ച്, ഐ, നേരെ സി, ഇയർ, ഹിയർ, നോസ്, സ്മെൽ, ടങ്, ടേസ്റ്റ്. പിന്നെ പ്രിപ്പയർ എ പോസ്റ്റർ റിലേറ്റഡ് ടു ദ ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. കണ്ണിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നതിന് ഒരു പോസ്റ്റർ നൽകാനാണ് പറയുന്നത്. പിന്നെ വിച്ച് ഡിവൈസസ് ഈസ് യൂസ്ഡ് ടു സ്ലോ ഹിയറിംഗ് പവർ. ഇതിൽ ഏതാണ് നമ്മൾ ഹിയറിംഗ് പ്രോബ്ലത്തിന് യൂസ് ചെയ്യുന്നത്? സ്മാർട്ട് ക്യാൻ, ഹിയറിംഗ് ഐഡ്, ബ്രെയിൻ സാറ്റ്, കമ്പ്യൂട്ടർ. വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്യൂവൽസ് ആർ ദ substances that liberate heat on burning. Classify the following fuels based on their stage: diesel, coal, kerosene, jet fuel, LPG, coconut shell. അപ്പോൾ ഇത് തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിക്വിഡിൽ എന്തൊക്കെ വരും? കെറോസിൻ, ഡീസൽ, ഗ്യാസിൽ LPG, ജെറ്റ് ഫ്യൂൽ, അങ്ങനത്തെ ഒക്കെ എഴുതാനാണ്. പിന്നെ ബിക്കോസ് നെയിം ദ ഡിവൈസസ് കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു ഇലക്ട്രിസിറ്റി എനർജി. നെയിം 2 ഡിവൈസസ് വിച്ച് സോളാർ എനർജി ഈസ് യൂസ്ഡ്. രണ്ട് സോളാർ എനർജി ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് എഴുതാനാണ് പറയുന്നത്, യൂസ്ഡ്. ഇനി സി ക്വസ്റ്റ്യൻ, നെയിം ദ പ്ലേസ് ഇൻ കേരള വേർ വിൻഡ് മിൽ ഇൻസ്റ്റാൾഡ്. ഇതുള്ളത് കണ്ണൂർ. ഓപ്ഷൻസ്: കണ്ണൂർ, ഗുരുവായൂർ, ലക്കിടി, രാമൻകുളമേട. അത് നമുക്ക് ഇതിലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും രാമൻകുളമേടാണ്. ആക്ടിവിറ്റി 3, ഇത് രണ്ടാമത്തെ ആക്ടിവിറ്റി, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ബിലോ. ഇത് തെറ്റായത് കണ്ടെത്താൻ. ആൻഡ്സ് ലൈവ് ഇൻ ആസ് എ കമ്മ്യൂണിറ്റി. ആൻഡ് കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. ആൻഡ്സ് ഡോ നോട്ട് ലേ എഗ്സ്. ആൻഡ്സ് മുട്ടയിടില്ല. ആൻഡ്സ് ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ്. ആൻഡ്സിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂട്ടായി നടക്കുന്നത്. ആൻഡ്സ് കളക്ട് ഫുഡ്. ആൻഡ്സ് ഫുഡ് കളക്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതിലേതാണ് ചൂസ് ചെയ്യുക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി? ബി ക്വസ്റ്റ്യൻ, നെയിം അതർ 2 tiny creatures എക്സ്പെക്ട് ആൻഡ് വിച്ച് ലൈ ഇൻ ഗ്രൂപ്പ്സ്. ആൻഡ്സിനെ പോലെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നടക്കുന്ന രണ്ട് പേരുടെ പേര് എഴുതാനാണ് പറഞ്ഞത്. 2 tiny creatures. റൈറ്റ്. സി ക്വസ്റ്റ്യൻ, റൈറ്റ് 2 reasons why we call the frog an amphibian. ഫ്രോഗിനെ നമ്മൾ എന്തുകൊണ്ടാണ് അംബീബിയ എന്ന് വിളിക്കുന്നത്? 2 കാരണം എഴുതാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇംഗ്ലീഷുകാരുടെ 5th. ആക്ടിവിറ്റി 4 നോക്കാം. ഫോസിൽ ഫ്യൂൽ. ഇത് നമ്മുടെ ടെസ്റ്റിൽ തന്നെ ഉണ്ട്. നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, അങ്ങനെ അതങ്ങനെ ഫുള്ളാക്കുക. ഇതിൽ ചോദിച്ചിരിക്കുന്നത് വൈ 2 kettles ഓഫ് എ ഫയർവുഡ് സ്റ്റവ്. 2 സ്റ്റവിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടെസ്റ്റിലൊക്കെ ഉണ്ട് 3 ഇത്. വിച്ച് എനർജി സോഴ്സസ് ഡു നോട്ട് കോസ് എയർ പൊല്യൂഷൻ. ഇത് ചോദിച്ചിരിക്കുന്നത് വിച്ച് എനർജി സോഴ്സസ് ഡു നോട്ട് കോസ് എയർ പൊല്യൂഷൻ. ഈ ഓപ്ഷൻസിൽ പൊല്യൂഷൻ ഉണ്ടാക്കാത്തത് ഏതാണ്? പെട്രോളാണോ, സൺലൈറ്റ് ആണോ, കോളാണോ, ഫയർവുഡാണോ? അത് ഓപ്ഷൻ എടുത്ത് തിരഞ്ഞെടുക്കുക. നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ദ മിസ്ഡ് പാർട്ട്. ഇവിടെ മിസ് പോയ പാർട്ട് ഏതാണ്? ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആൻലിയൻ, ലേസ്ഫിൻ, അത് കഴിഞ്ഞ് എഗ്ഗ്, അത് കഴിഞ്ഞ് ലാർവ, അത് കഴിഞ്ഞിട്ട് ഒരു ഇതുണ്ട്, അതാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡൂസ് ദ എബോ ഇക്വേഷൻ ഇൻഡിക്കേറ്റ്. എന്ന് വെച്ചാൽ ഇതാ ഈ കറങ്ങുന്നതിന് നമ്മൾ ഒരു പേര് പറയും. എന്താണെന്നാണ് ആ പേര് ചോദിച്ചിരിക്കുന്നത്? ഇങ്ങനെ വട്ടം കറങ്ങുന്നതിന്. സി ക്വസ്റ്റ്യൻ, നെയിം എനി 2 ബട്ടർഫ്ലൈസ്. 2 ഏതെങ്കിലും ബട്ടർഫ്ലൈൻ്റെ പേരേതാ?
വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് ഹാർംഫുൾ ടു അഗ്രികൾച്ചർ ഹോം. ഇത് ചോദിച്ചിരിക്കുന്നത് ഹാർംഫുൾ. വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് ഹാർംഫുൾ ടു അഗ്രികൾച്ചർ. ഇതിന് പ്രയോഗമുള്ളത് ഏതാണ്? പ്രയോഗമുള്ള മൃഗങ്ങളോ എന്തോ ആണ്, പക്ഷികളോ മൃഗങ്ങളോ. യെല്ലോസ്റ്റോൺ ബോറർ ലാർവ, ബട്ടർഫ്ലൈസ്, മോത്ത് ആൻഡ് സ്പാരോ. ഇതിലേതാണ് തിരഞ്ഞെടുക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ദ അഡ്മെൻ ഓഫ് ലീവ്. ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിന് ആൻസർ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ കാണില്ലേ ഓപ്പോസൈറ്റ്. അപ്പോൾ അതേപോലെ ഇവിടെ ഉണ്ട്. അത് ടെക്സ്റ്റ് നോക്കുക. ഇത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് നീഡഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ഇൻ പ്ലാന്റ്സ്. ഫുഡ് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ ചെടികൾക്ക്. ഇത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് നീഡഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ എന്തൊക്കെ വേണം ഫുഡ് ഇതാവാൻ. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫിൽ, അങ്ങനത്തതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പിഗ്മെൻറ്റ് ഗീവ്സ് യെല്ലോ കളർ ഓഫ് ടു ഫ്രൂട്ട്സ്. ഇതിൽ ഏത് കളറാണ് നമ്മുടെ യെല്ലോ കളറുള്ള ഫ്രൂട്ട്സിന് കൊടുക്കുന്നത്? മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി പറയാൻ, ഈ ഇലകൾക്ക് മഞ്ഞ കളർ കൊടുക്കുന്നത് ഇതിൽ ഏതാണ് യെല്ലോ കളർ? ഓപ്ഷൻസ് ഉണ്ട്. അന്ത്യോഷ്യൻ, കാർട്ടോൺ, സാന്തോഫിൽ, ക്ലോറോഫിൽ. ക്ലോറോഫിൽ പച്ചയാണ്, സാന്തോഫിലാണ് മഞ്ഞ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലെക്കേസ് അസ്പ്ര. തുമ്പ ഈസ് എ പ്ലാന്റ് ഹൂ നമ്പർ ഈസ് ഡിക്കേഡ് ഡ്യൂ ടു ദ destruction of habitat. Why the names of any to habitat. തുമ്പ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ കാണാൻ കഴിയുന്നില്ല. അതിന് മനുഷ്യരുടെ കുറച്ച് കാരണങ്ങളാണ് കാരണം. നമ്മൾ കാട്ടുന്ന എന്തെങ്കിലും ഇതാവും, നമ്മളതിൽ അങ്ങനത്തെ ഒക്കെ ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ മനുഷ്യർ ചെയ്യുന്ന 2 കാരണങ്ങൾ ഇതാണ്. നമ്മൾ ആ ചെടീനെ എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെയാണ് ആ ചെടി ഇപ്പോൾ കാണാത്തത് മനുഷ്യരുടെ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ആ 2 കാരണങ്ങൾ മനുഷ്യർ ചെയ്യുന്ന 2 കാരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദർ വെനേഷൻ വർ സാറ്റലൈറ്റ്സ്. ഇത് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ കുറേ കോക്കനട്ട് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ, സഗ്രാൻസ്, പാഡി, ബാംബോ. അപ്പോൾ ഇതിൽ അറിയാലോ, നമ്മൾ പഠിച്ചിരിക്കുന്നു 4ാം ക്ലാസ്സിലൊക്കെ, 5ാം ക്ലാസ്സിലും പഠിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പാഡിയും കൊടുത്തിരിക്കുന്നു, ഇവിടെ ജാക്ക് ഫ്രൂട്ടും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏത് ശിലാവിന്യാസമാണ് വരേണ്ടതെന്ന് നമുക്കറിയാം. അത് അങ്ങനെ തലന്നിരിക്കുക 3 അതിൻ്റെ ഹെഡിങ്ങും നമുക്കറിയണം. വിന്യാസം അങ്ങനെയൊക്കെ അറിയില്ലേ, അതാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് എ മോണോകോട്ട് പ്ലാന്റ്. ഇതിൽ ഏതാണ് ഒരു മോണോകോട്ട് പ്ലാന്റ്? മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, താമറൈറ്റ്, കോക്കനട്ട് ട്രീ. ഇതിലേതാണ് കണ്ടെത്തുക. എൻ്റെ ഉദാഹരണത്തിൽ ഇതാവുമെന്ന് തോന്നുന്നു. ഞാൻ എഴുതിയിട്ടില്ല, അത് ഒഴിച്ചിട്ടിരിക്കുന്നു. ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.